2024 ഏപ്രിൽ 17 ബുധൻ. ഇന്ന് 1199 മേടം 4. വാർത്തകൾ വായിക്കുന്നത് ജി രവി. സിവിൽ സർവീസ് പ്രതിസന്ധി മറികടന്ന് 3 മലയാളി വിജയം. സിദ്ധാർത്ഥിന് 4ാം റാങ്ക്. ആദ്യ 100-ൽ 7 മലയാളികൾ. കേരളത്തിൻ്റെ പ്രകടനം സമീപ വർഷങ്ങളിലെ ഏറ്റവും മികച്ചത്. സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയം നേടിയ മലയാളികളിൽ ഉന്നത റാങ്ക് നേടിയ മിടുക്കർക്കൊപ്പം അതേ തിളക്കത്തോടെ നിൽക്കുകയാണ് 3 പേർ. വിജയം തൊട്ടു ഇടംകൈയാൽ. വലതുകൈ നഷ്ടമായാൽ ഇടതുകൈ സിവിൽ സർവീസ് മോഹത്തെ പിന്നോട്ട് വലിക്കാൻ ഒരപകടത്തിനും കഴിയില്ലെന്ന് തെളിയിച്ച് പാർവതി ഗോപകുമാർ. ഇടത് കൈ കൊണ്ട് പരീക്ഷ എഴുതി പാർവതി നേടിയത് 282ാം റാങ്ക്. അച്ഛനോടൊപ്പം സ്കൂട്ടറിൽ പോകുമ്പോൾ 2010 ഡിസംബർ 23-നുണ്ടായ അപകടത്തിലാണ് പാർവതിയുടെ വലത് കൈ നഷ്ടപ്പെട്ടത്. നിയന്ത്രണം വിട്ടെത്തിയ കാർ സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. താഴെ വീണ പാർവതിയുടെ വലതു കൈയിലൂടെ പിന്നാലെ എത്തിയ KSRTC ബസ് കയറി. കൈമുട്ടിന് താഴെ മുറിച്ചു മാറ്റുകയല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നു. ചെന്നിത്തല നവോദയ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് അപകടം. ചികിത്സയ്ക്ക് ശേഷം കൃത്രിമ കൈ ഘടിപ്പിച്ച് പഠനം തുടർന്നു. ഗോകുൽ കൃഷ്ണ തളർന്നില്ല, എത്തിപ്പിടിച്ചു. ജീവിതതാളം തെറ്റിച്ച തളർച്ചകളോട് പൊരുതിയാണ് ആമ്പല്ലൂർ മുത്തയിടത്ത് ഗോകുൽ കൃഷ്ണയുടെ വിജയം. എഞ്ചിനീയറിംഗ് അവസാന സെമസ്റ്ററിലാണ് ഗോകുലിൻ്റെ ജീവിതം മാറ്റിമറിച്ച അപകടമുണ്ടായത്. 2018 ഫെബ്രുവരി 14-ന് വരിക്കോലി മുത്തൂറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പോകുമ്പോൾ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ മാമലയിൽ വെച്ച് ഗോകുലിൻ്റെ ബൈക്കിന് പിന്നിൽ ലോറി ഇടിച്ച് ഗുരുതരമായി പരിക്കേറ്റു. നാഡീഞരമ്പുകൾക്കേറ്റ ക്ഷതം കാരണം ഇടത് കൈ തളർന്നു. തുടർ ചികിത്സകൾ പലതും ചെയ്തെങ്കിലും ഫലമുണ്ടായില്ല. നിരാശയിൽ പഠനം ഉപേക്ഷിക്കാനിരുന്ന ഗോകുലിനെ അധ്യാപകരും സുഹൃത്തുക്കളും വീട്ടുകാരും നൽകിയ പിന്തുണയാണ് മുന്നോട്ട് നയിച്ചത്. കഠിനാധ്വാനത്തിലൂടെ എത്തിപ്പിടിച്ചത് 895ാം റാങ്ക്. 4ാമത്തെ ശ്രമത്തിലാണ് വിജയം. 2021-ൽ അഭിമുഖം വരെ എത്തിയിരുന്നു. സ്വപ്നച്ചിറകുള്ള വീൽചെയറിൽ AK ശാരിക. AK ശാരികയുടെ വീൽചെയറിനുള്ളത് സ്വപ്നച്ചിറകുകളാണ്. സെറിബ്രൽ പാൾസി എന്ന രോഗാവസ്ഥയുള്ള ശാരികയുടെ ഇടത് കൈയിലെ 3 വിരലുകൾക്ക് മാത്രമേ ചലനശേഷിയുള്ളൂ. ആ വിരലുകൾ കൊണ്ടെഴുതിയാണ് സിവിൽ സർവീസ് പരീക്ഷയിൽ 922ാം റാങ്ക് നേടിയത്. കീഴരിയൂർ മാവിൻചുവട് എരേമങ്കണ്ടി ദേവരാഗത്തിൽ AK ശശിയുടെയും രാഗിണിയുടെയും മകളാണ്. ഭക്ഷണം വാരി കൊടുക്കുന്നതുൾപ്പെടെ അമ്മയാണ്. ശശി പ്രവാസിയാണ്. മേപ്പയൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് +2-ഉം കൊയിലാണ്ടി SNDP കോളേജിൽ നിന്ന് BA ഇംഗ്ലീഷും പൂർത്തിയാക്കിയ ശാരിക 2022-ലാണ് ആദ്യം സിവിൽ സർവീസ് പരീക്ഷ എഴുതിയത്. 2ാം വട്ടം വിജയം നേടി വീൽചെയറിൽ ഡൽഹിയിലെത്തിയാണ് അഭിമുഖത്തിൽ പങ്കെടുത്തത്. തിരുവനന്തപുരത്ത് നേരിട്ടെത്തിയും ഓൺലൈനിലുമായിരുന്നു പരിശീലനം. വടക്കൻ ജില്ലകളിൽ നാളെ മുതൽ വേനൽ മഴ ശക്തിപ്പെട്ടേക്കും. തെക്കൻ കേരളത്തിന് ലഭിച്ച വേനൽ മഴ നാളെ മുതൽ വടക്കൻ ജില്ലകളിലും ശക്തിപ്പെടാൻ സാധ്യത. നാളെയും വെള്ളിയാഴ്ചയും സംസ്ഥാനത്ത് പരക്കെ ശക്തമായ മഴ ലഭിച്ചേക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വയനാട്, കോഴിക്കോട് ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട്. നാളെ രാത്രി 11:30 വരെ കേരള തീരത്ത് 1.5 മീറ്റർ വരെ ഉയരത്തിൽ തിരമാല ആഞ്ഞടിച്ചേക്കും. അപകട മേഖലയിൽ നിന്ന് മാറി താമസിക്കണമെന്നും ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് കനത്ത ചൂടിനെ തുടർന്ന് 11 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട്, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, കാസർഗോഡ്, ആലപ്പുഴ, മലപ്പുറം ജില്ലകളിലാണ് മുന്നറിയിപ്പ്. ഗാസയിൽ പോലീസ് വാഹനം തകർത്ത് ഇസ്രായേൽ 8 മരണം. ലെബനനിൽ ഹിസ്ബുല്ല കമാൻഡറെ വധിച്ചെന്ന് ഇസ്രായേൽ. ഭക്ഷണ വിതരണത്തിന് സുരക്ഷയൊരുക്കിയിരുന്ന പോലീസ് വാഹനത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 8 ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. ഗാസ സിറ്റിയിലെ സഹായ വിതരണത്തിനിടെയാണ് സംഭവം. വെസ്റ്റ് ബാങ്കിലെ ഗ്രാമങ്ങളിൽ ഇസ്രായേൽ കുടിയേറ്റക്കാർ നടത്തുന്ന അക്രമത്തിന് പിന്തുണ നൽകുന്നത് അവസാനിപ്പിക്കണമെന്ന് UN മനുഷ്യാവകാശ ഹൈ കമ്മീഷണർ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു. ഏറ്റുമുട്ടൽ മണിക്കൂറുകൾ നീണ്ട വെടിവെപ്പ്. ഛത്തീസ്ഗഡിൽ 29 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ പ്രമുഖ നേതാവ് ശങ്കർ റാവുവും. ഛത്തീസ്ഗഡിലെ കെൻകർ ജില്ലയിൽ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ പ്രമുഖ നേതാവ് ശങ്കർ റാവു ഉൾപ്പെടെ 29 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. 3 സുരക്ഷാ ഭടന്മാർക്ക് പരിക്കേറ്റു. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. രഹസ്യ വിവരത്തെ തുടർന്ന് ബിനഗുണ്ട, കൊറോനാർ ഗ്രാമങ്ങൾക്കിടയിലുള്ള
ഹാമാത്തോല വനത്തിൽ പരിശോധനയ്ക്കിടെ ഇന്നലെ ഉച്ചകഴിഞ്ഞ് 2-നായിരുന്നു ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. മണിക്കൂറുകൾ നീണ്ട വെടിവയ്പ്പിന് ശേഷം നടത്തിയ പരിശോധനയിൽ 29 പേരുടെ മൃതദേഹങ്ങളും AK-47 തോക്കുകൾ ഉൾപ്പെടെ വൻ ആയുധ ശേഖരവും കണ്ടെത്തി. വനത്തിൽ പരിശോധന തുടരുകയാണ്. ബസ്തർ മേഖലയിൽപ്പെടുന്ന ഇവിടെ ഈ വർഷം ഏറ്റുമുട്ടലുകളിൽ 79 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ബസ്തർ ലോക്സഭാ മണ്ഡലത്തിൽ വെള്ളിയാഴ്ചയാണ് വോട്ടെടുപ്പ്. സാക്ഷിമൊഴികളുടെ പകർപ്പ് നടൻ ദിലീപിൻ്റെ അപ്പീൽ തള്ളി. പകർപ്പ് അതിജീവിതയ്ക്ക് നൽകാൻ പാടില്ലെന്നായിരുന്നു ആവശ്യം. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അന്വേഷണത്തിലെടുത്ത സാക്ഷിമൊഴികളുടെ പകർപ്പ് അതിജീവിതയ്ക്ക് നൽകാനുള്ള ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശത്തിനെതിരെ നടൻ ദിലീപ് നൽകിയ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. ജസ്റ്റിസ് N. നഗരേഷ്, ജസ്റ്റിസ് PM മനോജ് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് അപ്പീൽ പരിഗണിച്ചത്. തീർപ്പായ കേസിൽ നൽകിയ ഉപഹർജിയിലാണ് സിംഗിൾ ബെഞ്ച് നിർദ്ദേശമെന്നും ഇത് സുപ്രീം കോടതിയുടെ മുൻ ഉത്തരവുകൾക്ക് വിരുദ്ധമാണെന്നുമായിരുന്നു ദിലീപിൻ്റെ വാദം. നടിയെ ആക്രമിച്ചതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെട്ട മെമ്മറി കാർഡ് കോടതിയിലിരിക്കെ അനധികൃതമായി പരിശോധിച്ചെന്ന പരാതിയിലാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി എൻക്വയറി നടത്തിയത്. അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് താനാണ് പരാതി നൽകിയതെന്നും സാക്ഷി മൊഴിപ്പകർപ്പ് ലഭിക്കാൻ തനിക്ക് അവകാശമുണ്ടെന്നുമായിരുന്നു അതിജീവിതയുടെ വാദം. അന്തസ്സ് സംരക്ഷിക്കാനുള്ള തൻ്റെ മൗലിക അവകാശത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. മൊഴിപ്പകർപ്പ് നൽകാനാവില്ലെന്ന് പറയാനുള്ള അവകാശം പ്രതിക്കില്ലെന്നും കേസ് വൈകിപ്പിക്കാനുള്ള ശ്രമമാണിതെന്നും അതിജീവിതയ്ക്ക് വേണ്ടി ഹാജരായ സുപ്രീം കോടതി അഭിഭാഷകൻ ഗൗരവ് അഗർവാൾ വാദിച്ചു. മൗലാന ആസാദ് ഫൗണ്ടേഷൻ പൂട്ടാനുള്ള തീരുമാനം ഡൽഹി ഹൈക്കോടതി ശരിവച്ചു. ന്യൂനപക്ഷങ്ങൾക്ക് സ്കോളർഷിപ്പുകളും പരിശീലനവും നൽകിയിരുന്ന സ്ഥാപനമാണിത്. കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിലുള്ള മൗലാന ആസാദ് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ പൂട്ടാനുള്ള തീരുമാനം ഡൽഹി ഹൈക്കോടതി ശരിവച്ചു. എല്ലാ ഭാഗങ്ങളും ആലോചിച്ച ശേഷമാണ് ഫൗണ്ടേഷൻ പൂട്ടാനുള്ള തീരുമാനമെന്നും ഫൗണ്ടേഷൻ ജനറൽ ബോഡി ചട്ടങ്ങൾ പ്രകാരമാണ് നടപടികൾ പൂർത്തിയാക്കിയതെന്നും ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മൻമോഹൻ, ജസ്റ്റിസ് മിനി പുഷ്കർണ എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി. ഫൗണ്ടേഷൻ പൂട്ടാനുള്ള തീരുമാനത്തിനെതിരായ ഹർജി തള്ളിയ ഹൈക്കോടതി ഇക്കാര്യത്തിൽ ക്രമക്കേടില്ലെന്നും വിലയിരുത്തി. ഹർജിയിൽ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ കഴമ്പില്ല, ഈ സാഹചര്യത്തിൽ തീരുമാനത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല എന്നും കോടതി ഉത്തരവിൽ പറയുന്നു. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസത്തിനും നൈപുണ്യ വികസനത്തിനുമായി പല പദ്ധതികളും കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും മൗലാന ആസാദ് ഫൗണ്ടേഷൻ്റെ പദ്ധതികൾ ഇതുമായി സംയോജിപ്പിച്ചിട്ടുണ്ടെന്നും മറിച്ചുള്ള വാദങ്ങളിൽ കഴമ്പില്ലെന്നും ഉത്തരവിൽ വ്യക്തമാക്കി. സ്വാശ്രയ നഴ്സിംഗ് പ്രവേശനം ഏകജാലകം ഉപേക്ഷിക്കാൻ മാനേജ്മെൻറ്റ് അസോസിയേഷൻ. ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് അസോസിയേഷനും ഇതേ തീരുമാനത്തിലേക്ക്. സ്വാശ്രയ നഴ്സിംഗ് കോളേജുകളിൽ ഏകജാലകം വഴിയുള്ള പ്രവേശനം ഉപേക്ഷിക്കാൻ മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഔദ്യോഗികമായി തീരുമാനിച്ചു. ഇന്നലെ ചേർന്ന കേരള പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ ജനറൽ ബോഡി യോഗമാണ് ഈ തീരുമാനമെടുത്തത്. സംഘടനയിൽ 50 കോളേജുകളും 2000-ഓളം സീറ്റുകളുമുണ്ട്. GST ഈടാക്കാനുള്ള തീരുമാനം പിൻവലിക്കണമെന്ന ആവശ്യം സർക്കാർ അംഗീകരിക്കാത്തതിനാലാണ് ഈ തീരുമാനമെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് V. സജിയും ജനറൽ സെക്രട്ടറി ഐര ശശിയും പറഞ്ഞു. 32 കോളേജുകൾ അംഗങ്ങളായ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് അസോസിയേഷനും ഇതേ തീരുമാനം ഉടൻ എടുക്കുമെന്നാണ് വിവരം. വോട്ടിംഗ് യന്ത്രം നിലവിലെ രീതി തള്ളാതെ സുപ്രീം കോടതി. കൃത്യം ഫലത്തിന് നല്ലത് യന്ത്രം. വിവിപാറ്റ് സ്ലിപ്പുകൾ പൂർണ്ണമായി പരിശോധിക്കണമെന്ന ഹർജിയിൽ വാദം തുടരും. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട വോട്ടെടുപ്പിന് മണിക്കൂറുകൾ ബാക്കി നിൽക്കെ വോട്ടിംഗ് യന്ത്രം ഉപയോഗിക്കുന്നതിനോട് സുപ്രീം കോടതി യോജിച്ചു. മനുഷ്യ ഇടപെടലുള്ള തിരഞ്ഞെടുപ്പിനാണ് പ്രശ്നങ്ങളെന്ന് കോടതി വാക്കാൽ നിരീക്ഷിച്ചു. മനുഷ്യ ഇടപെടലുണ്ടായാൽ തിരഞ്ഞെടുപ്പിൽ അവരുടെ ബലഹീനത കൂടി പ്രകടമാകാം. പക്ഷപാതവും സംഭവിക്കാം. യന്ത്രമെങ്കിൽ കൃത്യമായ ഫലം ലഭിക്കും. ജഡ്ജിമാരായ സജീവ് ഖന്ന, ദീപാങ്കർ ദത്ത എന്നിവരുടെ ബെഞ്ച് പറഞ്ഞു. നാളെയും വാദം തുടരും. യന്ത്രമുപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടത്തിയിരുന്ന മിക്ക യൂറോപ്യൻ രാജ്യങ്ങളും തിരികെ ബാലറ്റിലേക്ക് മടങ്ങിയെന്ന് ഹർജിക്കാരായ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസിന് വേണ്ടി പ്രശാന്ത് ഭൂഷൺ വാദിച്ചു. മറ്റു രാജ്യങ്ങളിലെ സ്ഥിതി വെച്ച് ഇന്ത്യയിലെ വോട്ടെടുപ്പിനെ താരതമ്യപ്പെടുത്താൻ കഴിയില്ലെന്ന് കോടതി പ്രതികരിച്ചു. ജർമ്മനിയിൽ 6 കോടി വോട്ടർമാരുള്ളപ്പോൾ ഇന്ത്യയിൽ 97 കോടി വോട്ടർമാരുണ്ടെന്ന് കോടതി വ്യക്തമാക്കി. മനുഷ്യ ഇടപെടൽ ഉണ്ടാകുമ്പോഴോ സോഫ്റ്റ്വെയറിലോ മെഷീനിലോ അനധികൃത മാറ്റങ്ങൾ വരുത്തുമ്പോഴോ ആണ് ക്രമക്കേടിന് സാധ്യതയുള്ളത്. ഇവ ഒഴിവാക്കാൻ നിർദ്ദേശമുണ്ടെങ്കിൽ നൽകാനും കോടതി ഹർജിക്കാരോട് ആവശ്യപ്പെട്ടു. മുഴുവൻ വിവിപാറ്റ് സ്ലിപ്പുകളും എണ്ണണമെന്ന ആവശ്യമാണ് ഹർജിക്കാർ പ്രധാനമായും ഉന്നയിക്കുന്നത്. ഫലത്തിൽ 60 കോടി വോട്ടുകൾ എണ്ണണമെന്നാണോ ആവശ്യമെന്ന് കോടതി ചോദിച്ചു. ശുഭദിനം. നന്ദി.